മലയാളത്തിലിറങ്ങിയ ആദ്യത്തെ രാഷ്ട്രീയ സിനിമയൊന്നല്ല എമ്പുരാൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ ചില രാഷ്ട്രീയ പാർട്ടികളിലെ ചില ആളുകൾ നടത്തിയ ഒറിജിനൽ സംഭവങ്ങൾ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. എന്നാൽ നമുക്കറിയാം, മലയാള സിനിമയിൽ ഒരുപാട് രാഷ്ട്രീയപരമായ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ച രാഷ്ട്രീയ പാർട്ടികൾ നേരെ സെൻസർ ബോർഡിന് പരാതി നൽകി ആ ഭാഗം കളയണം എന്നൊന്നും ഇന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു തരത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല. മലയാള തലത്തിൽ ആദ്യമായിട്ടാണ് സെൻസർ ബോർഡിന് പരാതി നൽകുകയും ആ ഭാഗം അങ്ങനെ ചിത്രീകരിക്കുകയും വില്ലൻ്റെ പേരെടുത്തു മാറ്റാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക. ആ സിനിമയിൽ പലതരം ആളുകളുണ്ടാവും, പലതരം കഥാപാത്രങ്ങളുണ്ടാവും, രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. അതൊക്കെ നമ്മളെയാണ് വിമർശിക്കുന്നത് എന്ന രൂപത്തിൽ, നമ്മളെയുടെ സംഭവമാണ് ചെയ്യുന്നത് എന്ന രൂപത്തിൽ പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, എന്തൊക്കെ കളിയാക്കിയ സിനിമകളുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളെയും നല്ല രീതിയിൽ കളിയാക്കിയ സിനിമകൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അന്നൊന്നും ആരും ഒരു വിവാദം നിന്നിട്ടില്ല. സിനിമയെ സിനിമയായിട്ട് കാണുക. സിനിമ എന്ന് വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അവിടെ നമ്മൾ 2.5 മണിക്കൂർ സിനിമ പോയിട്ട് ആസ്വദിക്കുക. അല്ലാതെ ഇത്തരം വിവാദങ്ങൾ ഒരു തരത്തിലും മലയാള സിനിമയ്ക്ക് യോജിച്ചതല്ല. ആ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക.